പരകാല പ്രഭാകർ ആ പുസ്തകത്തിൽ അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2024 എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് മോദിയെ പുറത്തു വിടാം, തകർത്ത് കളയാം, തകർക്കാം, ഒരുപക്ഷെ തകർത്തേക്കാം. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു തവണ BJP പരാജയപ്പെടുത്തിയത് കൊണ്ട് ഈ 9 കൊല്ലം കൊണ്ട് മോദി ഈ നാട്ടിൽ സമൂഹത്തിൽ പരത്തിയ വിഷത്തെ നിങ്ങൾക്ക് വിഷരഹിതമാക്കാൻ കഴിയില്ല ഇന്ത്യയെ. അതിന് നിങ്ങൾക്ക് വേണ്ടത് കൺസേർട്ടഡ് ആയിട്ടുള്ള എഫേർട്ടാണ്. അത് നിങ്ങൾ ഈ പറയുന്ന പോലെ തെരുവില് മൈക്ക് കെട്ടി പ്രസംഗിച്ചത് കൊണ്ടായില്ല. നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും, നാട്ടിലെ ഓരോ മനുഷ്യനെയും കാണേണ്ടി വരും, ക്ഷമാപൂർവമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. 1 നൂറ്റാണ്ടാണ് ക്ഷമാപൂർവമായിട്ട് ഒരു തരത്തിലുള്ള ഈ പറയുന്ന ലെജിസ്ലേറ്റീവായിട്ടുള്ള ഒരു നേട്ടവും ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ട് നിസ്സംഗമായിട്ട് നിശബ്ദമായിട്ട് 1 നൂറ്റാണ്ട് പ്രവർത്തിച്ചതിന്റെ അനന്തരഫലമാണ് 2014 മോദി അധികാരത്തിൽ വന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പൊ മോദി ഇറക്കിയിട്ടുള്ള വിഷം നിങ്ങൾക്ക് ഇവിടുന്ന് തുടച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ തന്നെ അത് 20 വർഷമെങ്കിലും എടുത്താലേ ഈ വിഷത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കാൻ പറ്റൂ. ആ തിരിച്ചറിവോടുകൂടി മാത്രമേ നമുക്ക് ഫാഷിസത്തെ പ്രതിരോധിക്കാനാവൂ.